ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെക്കുറിച്ച്. 2025 ജൂലൈ മാസം 15-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെയുള്ള 140 ദിവസം ശനി ഗ്രഹം വക്രത്തിൽ വരും. ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ നന്മകൾ തരും എന്നാണ് പറയുന്നത്. വക്രത്തിൽ സഞ്ചരിക്കുന്ന ഏത് ഗ്രഹവും ഗുണങ്ങളാണ് തരിക. ഏതെങ്കിലും തരത്തിൽ ഈ സമയത്ത് ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒക്കെ ഒരു ആശ്വാസം തരുന്ന ഒരു സമയമാണ് ഈ 140 ദിവസം. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം, അതായത് പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കും. ജന്മത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ത്യാഗങ്ങളും ദുഃഖദുരിതാദികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടുന്ന 140 ദിവസമാണ് വരാൻ പോകുന്നത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കൂടുതൽ അഭിവൃദ്ധികളും മറ്റ് ആപത്തുകളിലൊന്നും ചാടാതെ പിന്നീട് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ ജന്മത്തിലെ ശനി കടന്നു പോകുവാനായിട്ട് സാധിക്കും. ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് പോലെ ഒക്കെ ശനി മാറിയിട്ട് മാർച്ച് 30-ാം തീയതിയാണല്ലോ ജന്മത്തിലേക്ക് വന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ഇത്രയും മാസം കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ നക്ഷത്രക്കാർക്ക് മനസ്സിലായി കാണുമല്ലോ ശനിയുടെ ആ കാഠിന്യം. അപ്പോൾ ഇനിയുള്ള നാളുകൾ ഈ 140 ദിവസം അത് റിക്കവർ ചെയ്തെടുത്താൽ പിന്നീട് വരുന്ന ഒരു ദീർഘകാലം, അതായത് 2.5 കൊല്ലമാണ് മാർച്ച് 30 മുതൽ ഈ ജന്മത്തിൽ ശനി അനുഭവിക്കുന്നത്. അതിൽ നിന്ന് മുക്തി നേടി പരമാവധി സമാധാനത്തോടുകൂടി ജീവിക്കുക. ഏറ്റവും പ്രധാനം അതാണ്. ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയുമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കത്തക്ക രീതിയിൽ അധിക ബാധ്യതകളോ കടങ്ങളോ ഒന്നും വന്നു ചേരാതെയും മറ്റ് അപകടങ്ങളിലോ വീഴ്ചകളിലോ രോഗാവസ്ഥകളോ ഒന്നും ഉണ്ടാകാതെ പരമാവധി ആരോഗ്യകരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊക്കത്തിലൊക്കെ കയറുന്നവർ, സാഹസികമായ ജോലികൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ പരമാവധി ശ്രദ്ധിച്ചും മുൻപോട്ട് പോയാൽ വലിയ വീഴ്ചകളും ദുരിതങ്ങളും ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു നിർദ്ദേശമാണ്. കഴിവുള്ളവർ അത് ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് വേണ്ടിയാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലരൊക്കെ എങ്കിലും മോശമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ചിലർ അനുഭവം വന്നു കഴിയുമ്പോൾ വിളിക്കുകയോ കരയോ പറയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഈ പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന ഈ 140 ദിവസം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവർക്ക് നല്ല ഒരു ഡോക്ടറെ ലഭിക്കുകയും ചികിത്സകൾ ഭേദമായിട്ട് ചെയ്യുന്നതിനും ചികിത്സകൾ ഫലിക്കുന്നതിനും ഉള്ള സമയമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ദുഃഖദുരിതങ്ങൾ, മാനസികമായിട്ട് അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ കടത്തിലൊക്കെ കിടക്കുന്ന വിഷമിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മുക്തി നേടുവാൻ എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരും. സുഹൃത്തുക്കൾ മുഖാന്തരമോ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോൾ ചില സുഹൃത്തുക്കൾ ഒരുപക്ഷെ നല്ല സഹായം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒരു പുരോഗതി ഉണ്ടാകുന്ന രീതിയിൽ ഒക്കെ സഹായിക്കുന്നവരായിരിക്കാം. അതൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളൊക്കെ ആയാലും വളരെ ജാഗ്രത ആവശ്യമാണ്.
കടങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി നല്ല രീതിയിൽ ബിസിനസ്സുകൾ പുരോഗമിച്ചു വരുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ വലിയ തുകകൾ മുടക്കി ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. വലിയ നഷ്ടങ്ങൾക്ക് സൂചനയുള്ള സമയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. മറ്റൊന്ന്, പൊതുവെ ധൈര്യം കുറഞ്ഞിരിക്കും, എന്നാൽ സാഹസികത കൂടുതലുമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ സാഹസികതമായ കാര്യങ്ങളിൽ ചെന്നുപെട്ട് കഷ്ടത അനുഭവിച്ച്, അതായത് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരെ, മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസുകാരെ, അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ, ലൈനിലൊക്കെ പണിയുന്നവർ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നവരെ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാരുൾപ്പെടെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും മെഷീനൊക്കെ കേടായാൽ സ്വയം അത് റിപ്പയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാതെ ചെയ്യുകയോ, അതുപോലെ തന്നെ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. പാചക സംബന്ധമായിട്ടൊക്കെ ഗ്യാസ് വളരെ ശ്രദ്ധിക്കണം. മൊബൈലൊക്കെ കണ്ടുകൊണ്ടോ ടി വി കണ്ടുകൊണ്ടും ഒക്കെ അലക്ഷ്യമായിട്ടുള്ള പാചകങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക. എല്ലാം കരിഞ്ഞു പറഞ്ഞ് ഒക്കെ പോവുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കാറ്റ് മൂലം ഒക്കെ തീ കെട്ടുപോയി ഗ്യാസ് ഓണായിരിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. അങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊക്കത്തിലൊക്കെ കയറുന്നവർ, വീട്ടിലായാലും മറ്റ് കടകളിലൊക്കെ ജോലി ചെയ്യുന്നവരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ പൊക്കത്തിലൊക്കെ കയറി ഷെൽഫിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, സാഹസികമായി വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. അസമയത്തെ യാത്രകൾ ഒഴിവാക്കുക, കഴിവതും ജലയാത്രകൾ ഒഴിവാക്കുക. സാഹസികമായിട്ട് ഒക്കെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക. പൊതുവെ മാതാപിതാക്കൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയം. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടാതെ അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെയൊക്കെ ഇരുന്നാൽ ഒരു പുരോഗതി, വിദ്യാ രംഗത്ത് പുരോഗതി ഉണ്ടാകും. കൂടാതെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും ഒക്കെ ഈ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ അനുകൂലമാണ്. ശനി അനുകൂലമായിട്ട് സേവന രംഗവുമായി ബന്ധപ്പെട്ട് ഒരു ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടി IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ പഠിച്ച് പാസ്സായവർക്കും IT മേഖലയിൽ പഠിച്ച് പാസ്സായവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ പഠിച്ച് പാസ്സായവർക്കും ഒക്കെ നല്ല വേതനത്തോടു കൂടിയ നല്ല കമ്പനികളിൽ ജോലി കിട്ടുന്നതിനും ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം മീനം രാശിക്കാർക്ക് ദീർഘകാലമായിട്ട് വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് ഒരു മനസ്സിനിണങ്ങിയ രീതിയിൽ പാരമ്പര്യ വിധി അനുസരിച്ച് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഉത്തമമായ ഒരു സമയമാണ്. അവസരം നഷ്ടപ്പെടുത്താതെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം എന്നുകൂടി അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് തൊഴിൽ കാര്യത്തിലേക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിജയിക്കും. നല്ല ലാഭങ്ങൾ കിട്ടുന്നതിനും ദീർഘകാലത്തേക്ക് ആ ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ സുഖമായി ജീവിക്കുന്നതിനുമൊക്കെ ഉള്ള ധനം വന്നു ചേരുന്നതിന് ഈ 140 ദിവസം അനുകൂലമാണ്. വിദേശത്ത് പോകുവാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. സ്ഥാനഭ്രംശസ്ഥാനത്ത് ഗമനാധിപനായിരിക്കുന്ന രാഹു സ്ഥിതി ചെയ്യുമ്പോൾ രാശ്യാധിപൻ വക്രത്തിൽ പൂർണ്ണ ബലവാനായിട്ട് ധനസ്ഥാനത്ത് ഒക്കെ നിൽക്കുന്നു. ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹമുണ്ട്. വിദേശ കാര്യങ്ങൾക്ക് പഠിക്കുവാൻ പോകുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. അവരവരുടെ ആചാരപ്രകാരമുള്ള ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുക. ജപവും ധ്യാനവും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.